ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മിൽക്ക് ഷേക്ക് ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരിക്കുന്ന സമയമാണല്ലോ, നല്ല ചൂടും. അപ്പോൾ ഇങ്ങനെ ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇന്നത്തെ റെസിപ്പി ഷാർജ മിൽക്ക് ഷേക്ക്. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നിരുന്നാൽ കൂടി ഞാനൊന്ന് ഇടുകയാണ്. അപ്പോൾ ആ മിൽക്ക് ഷേക്കിന് വേണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാനിപ്പോൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്നത് പാലാണ്. പാല് നന്നായി ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കട്ടയാക്കിയത്. ഇനി അതിലേക്ക് പഴം, ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു 3-4 എടുത്തിട്ടുണ്ട്, നന്നായി പഴുത്ത കേട്ടോ. പിന്നെ കപ്പലണ്ടി വേണം. അടുത്തത് ബൂസ്റ്റ്. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടിട്ടേ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണല്ലേ ഈ ഷാർജ മിൽക്ക് ഷേക്ക്. അപ്പോൾ അതിന് ആവശ്യത്തിന് മധുരവും വേണം. പിന്നെ ഈ കോല് ഇതൊന്ന് തട്ടിപ്പൊട്ടിക്കാനാണ് കേട്ടോ. നമ്മളുടെ ഐസായിട്ടിരിക്കുന്ന പാലുണ്ടല്ലോ, അതൊന്ന് തട്ടിപ്പൊട്ടിച്ച് എടുക്കണം. ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ പാലൊന്ന് കട്ടയായതൊന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിതാ ഈ ചപ്പാത്തി കോലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യാറ്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടുക വേണ്ടോ. നന്നായിട്ട് അങ്ങോട്ട് ലൂസാവണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് ആ ഒരു ഷേക്ക് ഉണ്ടാക്കുമ്പോൾ വെള്ളം പോലെയാവും, കുറച്ചിങ്ങനെ തിക്കായിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അധികം ഉടയ്ക്കേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ ശരിക്കും നമുക്ക് ഷാർജ ഷേക്ക് നല്ല ടേസ്റ്റിലാണ് കിട്ടിയിരുന്നത്. ഇപ്പൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ടേ നമുക്ക് ശരിക്കും കിട്ടണം വെച്ചാൽ ഏതെങ്കിലും വല്ലപ്പോഴൊക്കെയാണ് ശരിക്കും ഇതുപോലെ തന്നെ കിട്ടാറ് കടയിൽ പോയി കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് പഴം ആദ്യം ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നടു കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 4 എടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റ് ഒരു 4-5 എടുക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കുകയും വേണ്ട. ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ 2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. ഇനി ഇതാ തട്ടി പൊട്ടിച്ച് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയും അങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി. അധികം അങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ബൂസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടി മുകളിലും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബൂസ്റ്റ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇവിടെ ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഇത്തിരി കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ 3-4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ബൂസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി മുകളിൽ കേട്ടോ. ഇനി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഷേക്ക് ഇവിടെ റെഡി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടില്ലേ, കറക്റ്റ് പാകമാണ്, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അധികം വെള്ളമായാലും കുടിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഷേക്കിൻ്റെ ഒരു പരുവം മാറിപ്പോവും. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഷേക്കിനെ ഒരു മഗ്ഗിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മഗ്ഗൊന്ന് അലങ്കരിക്കാൻ വേണ്ടി അതൊന്ന് അലങ്കോലായിപ്പോയി. നമ്മൾ കുറച്ച് ഇങ്ങനെ ചോക്ലേറ്റ് സിറപ്പൊക്കെ സൈഡിൽ ഇങ്ങനെ ചുറ്റിക്കില്ല, അതുപോലെ ഒന്ന് ആക്കിയെടുത്താലോ വെച്ചിട്ട് കുറച്ച് ബൂസ്റ്റും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ മഗ്ഗിൻ്റെ ഉള്ളിൽ ചുറ്റിച്ചതാണ്. അപ്പോൾ അത് ആകെ കറ പിടിച്ച പോലെ, സാരില്ല. ഇനി ബാക്കി പരിപാടി എന്ന് പറയുന്നത് കുറച്ച് കപ്പലണ്ടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ബൂസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഐസ്ക്രീം ഉണ്ട് ചെങ്ങി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അധികം ഐസ്ക്രീമൊന്നും ഇടാറില്ല. പിന്നെ ഇപ്പോൾ കിട്ടാനുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ബൂസ്റ്റ്, ഒരു ടീസ്പൂൺ ബൂസ്റ്റ് മുകളിൽ വിതറി കൊടുത്തു. കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവം റെഡി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ വിശപ്പൊക്കെ കൂടുതലല്ലേ, അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കാൻ തന്നെയായിരിക്കും. അറിയാത്തവർക്കുണ്ടെങ്കിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ഷാർജ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഈ ചൂടുകാലത്ത് ഇതൊക്കെ ഉണ്ടാക്കി കുടിച്ച ഒരു ആശ്വാസം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇനി പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരാം. താങ്ക്